കൊച്ചിയിൽ നിന്ന് തിയോഫിൻ കൂടി ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. വളരെ സന്തോഷകരമായ ഒരു വാർത്ത. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഈ രീതിയിൽ പുരോഗമിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു വികസന കുതിപ്പന മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ആക്കം കൂട്ടുന്നതിനുള്ള ഒരു വലിയ പദ്ധതി കൂടിയാണ്. അത്തരത്തിലുള്ള ബൃഹത് പദ്ധതി തന്നെയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ക്യാൻസർ റിസർച്ച് സെൻറ്റർ വരുന്നു, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ വരുന്നു. എല്ലാ ചികിത്സയും അത്യാധുനിക സൗകര്യത്തോടു കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ലഭ്യമാക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ മുന്നോട്ട് പോകുന്നതും അതിനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതും. വിനീഷ, തീർച്ചയായും ആരോഗ്യരംഗത്ത് വലിയ ഒരു മുന്നേറ്റമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിർണായകമായ 2 ഘട്ടങ്ങൾ, അതായത് ഏറ്റവും പ്രധാന ഒരു പദ്ധതിയായി ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പും കണക്കിലാക്കിയിരുന്നതാണ് കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ. ഇത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് വരുന്നത്. ഈ കൊച്ചിൻ ക്യാൻസർ സെൻറ്ററും അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും, ഇത് രണ്ടും വൈകാതെ തന്നെ നാടിന് സമർപ്പിക്കും. ഇതിനുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. നമ്മൾ ആ കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. നിർമ്മാണം പൂർത്തിയാക്കി ജനുവരി 30 തന്നെ ക്യാൻസർ സെൻറ്റർ ഇതിൻ്റെ കെട്ടിടവും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമെല്ലാം സർക്കാരിന് സമർപ്പിച്ചു കഴിയും, സർക്കാരിന് കൈമാറും. അതോടുകൂടി തന്നെ ഇതിൻ്റെ തുടർച്ചയായി ഫെബ്രുവരി ആദ്യവാരം ഈ ക്യാൻസർ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടക്കും. ഇതാണ് മന്ത്രി പി രാജീവ് ഇന്നലെ നമ്മളോട് അറിയിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം അതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയും ചെയ്തു. ഈ കൊച്ചിൻ ക്യാൻസർ സെൻറ്ററിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് 384.55 കോടിയാണ്. 6.4 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ക്യാൻസർ സെൻറ്ററിൻ്റെ മാത്രം കെട്ടിട നിർമ്മാണം. ഇതിൽ 360 കിടക്കകൾ സജ്ജീകരിക്കുന്നു, 12 ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്. അതോടൊപ്പം തന്നെ ഭാവിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയ ഇതിനകത്ത് ഈ 12 ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഒരെണ്ണത്തിൽ റോബോട്ടിക് ശസ്ത്രക്രിയ നടത്താനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്യാൻസർ സെൻറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത, മറ്റ് ക്യാൻസർ സെൻറ്ററുകളെ അപേക്ഷിച്ച് ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു സംവിധാനവും അതിനുള്ള സൗകര്യങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാനുള്ളൊരു നീക്കത്തിലാണ്. ഇതോടൊപ്പം തന്നെ ഗവേഷണത്തിനായി സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണത്തിൻ്റെ ഭാഗമായുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കും. ഇതിനുവേണ്ടി പ്രത്യേക സ്ഥലം സജ്ജീകരിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായി പ്രോട്ടോൺ തെറാപ്പി ചികിത്സാ സംവിധാനമുള്ള ഒരു ക്യാൻസർ സെൻ്ററായി ഇത് മാറുകയും ചെയ്യും. അതിനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 നിലകളിലായി. ഈ 3 നിലകൾ ആദ്യഘട്ടത്തിൽ അത് ജനുവരിയിൽ പൂർത്തിയാകും. അതോടൊപ്പം ഏപ്രിൽ അവസാനത്തോടുകൂടി ബ്ലോക്കിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ, കാരണം കെട്ടിട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അതിനുശേഷം മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കലാണ്. അതുകൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബ്ലോക്കിൻ്റെ മുഴുവനും പ്രവർത്തനവും ഏപ്രിൽ അവസാനത്തോടുകൂടി പൂർത്തിയാവും. 286.66 കോടിയാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണ ചെലവ്. 842 പുതിയ കിടക്കകൾ ഈ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെത്തും. നിലവിൽ 500 കിടക്കകളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇതുകൂടി ചേർന്ന് കഴിയുമ്പോൾ ആകെ കിടക്കകളുടെ എണ്ണം 1342 മാറും. 8.64 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഇതിൽ വരുന്ന സൗകര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ ഡോക്ടർമാർക്ക് ആവശ്യമായ പ്രത്യേക സൗകര്യങ്ങളുണ്ട്. വിവരങ്ങൾ ഡാറ്റ സൂക്ഷിക്കാനായിട്ടുള്ള പ്രത്യേക സംവിധാനം, രോഗികൾക്ക് കാത്തിരിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ഒരുക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റമാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വരുന്നതോടുകൂടി തന്നെ കൊച്ചിയിൽ ഉണ്ടാവുക. മെഡിക്കൽ ടൂറിസത്തിൻ്റെ സാധ്യതകളും ഇതോടൊപ്പം പരിഗണിക്കുന്നുണ്ട്. വരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ വരുന്ന പ്രത്യേക സൗകര്യങ്ങൾ നിയോനാറ്റോളജി, പീഡിയാട്രിക് സർജറി, ന്യൂറോ സർജറി, യൂറോളജി, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ, ഹൃദയ ശസ്ത്രക്രിയ, ഇതിനെല്ലാമായി പ്രത്യേക സംവിധാനങ്ങളും ഈ ഒരു പ്രത്യേക വിഭാഗങ്ങളും ഇതിലുണ്ടാവും. എന്തായാലും ഈ ക്യാൻസർ സെൻറ്ററും അതിന് പിന്നാലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും കൂടി നാടിന് സമർപ്പിക്കുന്നതോടുകൂടി വലിയ മാറ്റം ചികിത്സാ രംഗത്ത് ഒട്ടേറെ സൗകര്യങ്ങൾ വരുന്നു. വലിയൊരു കുതിച്ചുചാട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിനുണ്ടാവും. അതോടൊപ്പം തന്നെ ഇത് മധ്യ കേരളത്തിനുൾപ്പെടെ വലിയ നേട്ടമാണ്. കേരളത്തിൻ്റെ തന്നെ ആരോഗ്യരംഗത്ത് ഇതൊരു വലിയ മാറ്റമുണ്ടാക്കും. വിനിഷ, തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന പദ്ധതി തന്നെയാണ് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ മുന്നോട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ. ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളെ നൂതന ചികിത്സയ്ക്കായി ഓപ്പറേഷൻ അടക്കമുള്ള വലിയ ചികിത്സകൾക്കായി ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മുന്നോട്ട് വരുന്നതോടുകൂടി ഫുൾ ഫ്ലഡ്ജിൽ അതിൻ്റെ പ്രവർത്തനം
വീണ്ടും പുനരാരംഭിക്കുന്നതോടുകൂടി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആയാലും ക്യാൻസർ റിസർച്ച് സെൻ്റർ ആയാലും ഇതെല്ലാം വരുന്നതോടെ കൂടി മധ്യ കേരളത്തിൻ്റെ മാത്രമല്ല ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വലിയൊരു കുതിപ്പേകുന്നു എന്നത് കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു വസ്തുത. കാരണം എത്രയധികം ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എത്രയധികം ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതൊന്നും വാർത്തയാക്കാതെ ഏതെങ്കിലും രീതിയിൽ സർക്കാരിനെതിരെ എന്തൊക്കെ പറയാൻ കഴിയുമോ അത് വാർത്തയാക്കാൻ നോക്കി നടക്കുന്നു മാധ്യമങ്ങൾ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് പരിശോധിച്ചും പറഞ്ഞും പോകേണ്ടതാണ് തിയോഫിൻ. ഫിനിഷ, തീർച്ചയായും. അതായത് കഴിഞ്ഞൊരു ദിവസം കൂടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി പി രാജു സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ, അതായത് മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ. അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഏറ്റെടുക്കുന്നതിനൊപ്പം തന്നെ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ വികസന പദ്ധതികൾ, എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു വ്യവസായ മേഖലയിൽ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട അതിനോടനുബന്ധിച്ചുള്ള ആ കെട്ടിടങ്ങളിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഇതിന് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്മാർട്ട് സിറ്റിയിൽ എത്തിയപ്പോഴാണ് നമ്മളോട് ഇക്കാര്യം സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ, കാരണം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല, അതുകൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം. അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കൂടി വാർത്തകളായി നൽകണം, അതുകൂടി ജനങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരും അതിനുകൂടി ഒരു പരിഗണന കൊടുക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും വലിയ മാറ്റം ഇതിലുണ്ടാകുന്നു. ഈ കൊച്ചിയിൽ തന്നെ ഒട്ടേറെ മാറ്റങ്ങളുണ്ടാകുന്നു. മന്ത്രി പി രാജു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ സ്ഥാപനങ്ങൾ കൂടി ആയതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത്. എങ്കിലും ഒരുപാട് മാറ്റങ്ങൾ പല മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, വ്യവസായ മേഖലയിലാകട്ടെ, ആരോഗ്യ മേഖലയിലാകട്ടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ ഒരുപക്ഷെ നമ്മൾ മാത്രമായിരിക്കും അത് അത്രയും കൃത്യമായി എടുത്തു പറയുക. എന്തായാലും ഇത് വലിയ നേട്ടം. പക്ഷേ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. എന്ത് ഗുണമാണ് കിട്ടുന്നതെന്നറിയാം. പക്ഷേ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പദ്ധതി നടപ്പിലാക്കി എന്ന് പറയണമെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ ഈ ആരോഗ്യരംഗത്തെ കൊച്ചിൻ ക്യാൻസർ സെൻ്റർ ആകട്ടെ, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആകട്ടെ, ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം, അല്ലെങ്കിൽ 1-2 സെക്ഷനുകൾ മാത്രം നിർമ്മാണം പൂർത്തിയാക്കി വേണമെങ്കിൽ അത് തുറന്നു കൊടുക്കാവുന്നതാണ്. പക്ഷേ അത് വേണ്ട, അത് മുഴുവനായും അതിൻ്റെ പണി പൂർത്തിയാകട്ടെ. കാരണം ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു നിലയോ മാത്രം പൂർണ്ണ സജ്ജമാക്കി കഴിഞ്ഞ് രോഗികൾക്ക് തുറന്നു കൊടുത്താൽ ബാക്കി ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് അത് രോഗികൾക്ക് ബുദ്ധിമുട്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. അത് ഒഴിവാക്കുന്നതിനാണ് പൂർണ്ണമായും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി എല്ലാ യന്ത്ര സാമഗ്രികൾ സജ്ജീകരിച്ച് മുഴുവൻ അതിൻ്റെ ഫർണിഷിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കി എല്ലാ സംവിധാനവും ഒരുക്കി. അതായത് ഈ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മുതൽ രോഗികൾക്ക് അവിടെ സേവനം സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഒരുക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന രോഗികൾക്ക് ഒരു തടസ്സവും ഉണ്ടാകരുത്. എല്ലാ സൗകര്യവും ഒരുക്കി ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി ആദ്യ വാരത്തിൽ ക്യാൻസർ സെൻ്ററും മെയ്യിലേക്ക് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെയും ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നീണ്ടുപോകുന്നതെന്ന് മാത്രം. കാരണം അതിനു മുമ്പ് വേണമെങ്കിൽ നൽകിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, അതിനു വേണ്ടി രോഗികൾക്ക് തടസ്സമുണ്ടാകരുത് എന്നത് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അല്പം നീളുന്നത്. എന്തായാലും ഫെബ്രുവരി ആദ്യവാരം കൊച്ചിൻ ക്യാൻസർ സെൻ്റർ, അത് കൊച്ചിയുടെ സ്വപ്നമായ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൻ്റെ വലിയൊരു പദ്ധതിയായ ഈ ക്യാൻസർ സെൻ്റർ നാടിന് സമർപ്പിക്കും. വൈകാതെ മെയ് മാസത്തോടുകൂടി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും സേവനം രോഗികൾക്ക് ലഭ്യമാകും. യെസ്, താങ്ക് യു സോ മച്ച് തിയോഫിൻ. രാവിലെ തന്നെ വളരെ നല്ല ഒരു വാർത്ത, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാൻസർ റിസർച്ച് സെൻറ്റർ ഫെബ്രുവരി ആദ്യവാരവും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മെയ് ആദ്യവാരവും നാടിന് സമർപ്പിക്കും. നമുക്കറിയാം കേരള ഗ്ലോബൽ സമ്മിറ്റ് വരാനിരിക്കുകയാണ് കൊച്ചിയിൽ ഫെബ്രുവരി 21-22 തീയതികൾ. കേരളത്തിൻ്റെ വ്യാവസായിക കുതിപ്പിന് കൂടുതൽ ദിശാബോധം സൃഷ്ടിക്കാൻ വേണ്ടി കേരള ഗ്ലോബൽ സമ്മിറ്റ് നടക്കാനിരിക്കുന്നു ഫെബ്രുവരിയിൽ. ഇപ്പോഴിതാ ക്യാൻസർ റിസർച്ച് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം അത് നാടിന് സമർപ്പിക്കുന്നത് ഫെബ്രുവരിയിൽ തന്നെയാണ്. കൂടുതൽ വികസന പാതകളിലേക്ക്, കൂടുതൽ പാതകൾ വെട്ടി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കേരള സർക്കാർ. കേരളത്തിൻ്റെ വികസനം കേരളവും അത് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരും അതുതന്നെ പറയുന്നു.